ബീച്ച് എൻജോയ്മെന്റ്. ഇവിടെയൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ട് ഏകദേശമൊക്കെ. എന്താ ഡെൽറ്റ പാർക്കിട്ട് ഉപ്പ് കട്ടണി. ഫാസിനോ ഉണ്ടോ? ഫാസിനോ ഇതാണ് ഇവിടുത്തെ മെയിൻ റെന്റ് മണി എല്ലാം. അപ്പൊ ഫ്രണ്ട്സ്, ഗോവയിലെ രണ്ടാമത്തെ ദിവസവും നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ഗോവയുടെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ 2 ലോഗോ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ ഈ ചപ്പോറ ബീച്ചിൽ വന്നപ്പോൾ ഗോവയുടെ ഒരുപാട് തരത്തിലുള്ള വിവിധ ഐറ്റംസ് കാണാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലോഗോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഗോവയിലെ രണ്ടാമത്തെ ദിവസവും നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ഗോവയുടെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ലാസ്റ്റ് നമ്മുടെ സ്പോട്ടാണ് അഞ്ജുന ബീച്ച്. അപ്പോൾ അഞ്ജുന ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അഞ്ജുന ബീച്ചിലേക്കുള്ള വഴിയാണ്. നമ്മൾ കുറച്ച് മുന്നേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നു. പിന്നെ ഈ ഫാസിനോ ഉണ്ടോ? ഫാസിനോ ഇതാണ് ഇവിടുത്തെ മെയിൻ റെന്റ് വണ്ടി. എല്ലാവരും ഈ പുറകിൽ ഗോവയിൽ നമ്പർ ഈ നമ്പറുള്ള വണ്ടി മനസ്സിലായിക്കോ, ഇതൊക്കെ റെന്റും വണ്ടിയാണ്. പാർക്കിങ് പിന്നെ ഒന്നും നോക്കണ്ട, 30 റുപ്യ. ഇവിടെ 30 റുപ്യ, 20 റുപ്യ കുറവുണ്ട്. എന്താവോ. അപ്പോൾ ഞാനും റോഷനും കൂടെ നമ്മൾ അഞ്ജുന ബീച്ചിലേക്ക് കടക്കാണ്. പക്ഷെ അത് വലിയ ഒരു ബീച്ച് എന്നാണെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഇറക്കത്തിൽ തന്നെ ഉണ്ടോ തീരെ അങ്ങോട്ട് അടിച്ചു കയറുന്നുണ്ട്. അങ്ങനെ അഞ്ജുന ബീച്ച് ഒരു വെറൈറ്റി കേട്ടാ. നായ്ക്കളൊക്കെ കുളിപ്പിക്കുന്നതാണ്. ഇവിടെ ഫുള്ള് ബാമ്പു കൊണ്ടുള്ള ചെറിയ ചെറിയ ഷാക്കിൾസ് ആട്ടോ. കണ്ട, ഫുള്ളായിട്ട് ബാമ്പു ഷാക്കിൾസ് ആണ്. അതുപോലെ തന്നെ തീര വന്ന് കയറണം. ഇവിടെ തീരെ കുറവാട്ടോ. അഞ്ജുന ബീച്ചിൽ തീരെ കുറവല്ല. ഇവിടെ ഈ ഷാക്കിൾസ് ഒക്കെ കണ്ടോ, ചെറിയ കുടിലുകള്, നല്ല വെറൈറ്റി. അവിടെ ഹുക്കൊക്കെ വലിക്കുന്നുണ്ട് കേട്ടോ. ഹുക്ക് വലിക്കുന്നുണ്ട്. ഷൂ നനഞ്ഞു കഴിഞ്ഞാൽ പണി ഉറപ്പാണ്, ആകെ പണി. കാരണം ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമുക്ക് എവിടെ എത്താൻ, നമ്മളെ തിരൂരിലെത്താൻ. തിരൂർ നെയ്യ. അവിടെ കണ്ട ആ ലോങ്ങില്, ഏറ്റവും ലോങ്ങില് പാരാസീലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ ബോട്ടിങ്. ആ പാരാസീലിങ്ങിന്റെ ബോട്ടാട്ടോ അത്. അപ്പൊ ഇവിടുത്തെ ഏകദേശം ഒരു ഐഡിയ പാരാസീലിങ്ങിനെ കുറിച്ചിട്ടും അതുപോലെ ബോട്ടിങ് ആക്ടിവിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം ഇവരൊക്കെ ടൈപ്പാണ്. ഇവരൊക്കെ ചെറിയ പൈസ പല രീതിയിൽ പറയും. ഒക്കെ ടൈപ്പാണ്. എങ്ങനെ പോയാലും നമ്മളുടെ നിന്ന് എങ്ങനെ ക്യാഷ് വാങ്ങാം എന്നായിരിക്കും അവർ ചിന്തിക്കുക. കട കയറേണ്ട കേബിള്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ആ ചോപ്ര ഫോർട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിൽ കയറില്ലേ, ആ കയറിയ സമയത്ത് ഒരു ബീച്ച് കണ്ടു ലെഫ്റ്റ് സൈഡില്. ഏകദേശം ഈ ബീച്ചും അത് തന്നെയാണ് തോന്നുന്നിട്ടാ. ഈ അഞ്ജുന ബീച്ച്. ബീച്ചുകളൊക്കെ ചെറിയ ചെറിയ കിലോമീറ്ററുകളാണ് ദൂര വ്യത്യാസമായിട്ടുള്ളത്. കണ്ട, ദിസ് ഈസ് ഗോവ. ഇതുപോലെ പശുക്കുട്ടന്മാരുണ്ടാ. പശുരട്ടോ, അത് കാളടാ, സൈസ് സാധനം കേട്ടോ. ഓക്കെ, ബാഹുബലി. ഗോവ ഗൈസ്, ഗോവ. ബ്ലൂ വാട്ടർ സീ ഫുഡ്. ഇത്തരത്തിലുള്ള ഒരുപാട് സീ ഫുഡിന്റെ. ഇവിടെ എന്താ അറിയില്ല, ബോർഡിലൊരു അഞ്ജുനാന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ സ്ഥലപ്പേര്. എടാ ജോസോ, അതൊക്കെ വഴി തന്നെയാണ്. നമ്മള് പോകുമ്പോ കണ്ടില്ലേ, അങ്ങനൊക്കെ കയറാം. പക്ഷെ നമ്മുടെ ആണ്ട് പോയത് നന്നായി. കാരണേ ദിസ് ഈസ് ബീച്ച് എൻജോയ്മെന്റ്. ഇവിടെയൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ട് ഏകദേശമൊക്കെ.
നോക്ക ഇതൊരു ലക്ഷറി മറ്റു സംഭവല്ലേ ലക്ഷറി സ്പോട്ട് അല്ലേ ജിപ്സി എന്നതിന്റെ പേര്. അടിപൊളി കേട്ടോ. കാണുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കര ഹൈ പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ജിപ്സി സി. കുറെ ഗേൾസ് കണ്ടു ഗൈസ്, ഗേൾസ്. എന്താ ഡെൽറ്റ പാർക്കിട്ട് ഉപ്പ് കട്ടണി ആദ്യമായിട്ട് കേട്ടാ. നമ്മളവിടെ ഒന്നും ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ്. പാറ ചിലപ്പോ ഉപ്പുണ്ടാവും, ഉപ്പ് കട്ടുണ്ടാവും. അവിടെ പാറ. നമ്മൾ അഞ്ജുന ബീച്ചിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ കണ്ട ബീച്ചില് പാറക്കെട്ടുകളൊക്കെ. ഒരുപാട് ആളുകൾ ഈ തരത്തിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കാണിച്ചു തരാം.